യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക വചന ചിന്തയിലൂടെ കടന്നു പോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. അതേ സോദോം ഗൊമോറയിലേക്ക് കടന്നു വന്ന രണ്ട് പുരുഷന്മാർ, അതെ ഇവിടെ ദൂതന്മാർ എന്നാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. ദൂതന്മാർ എപ്പോഴും ഐക്യപ്പെടുന്നത് ദൈവത്തിൽ നിന്നും ഐക്യപ്പെട്ടവരായിട്ടാണ്. ദൈവത്തിൽ നിന്നും ഐക്യപ്പെടുമ്പോൾ ദൈവത്തിൽ നിന്നും സന്ദേശം അവർ വഹിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, ആ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ ഈ ഭൂമിയിൽ ചെയ്യാൻ ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നവരായിട്ടാണ് ദൂതന്മാർ ഇവിടെ ആയിരിക്കുന്നത്. ദൂതന്മാരെക്കുറിച്ചുള്ള ധാരാളം ചിന്തകൾ വിശുദ്ധ വേദപുസ്തകത്തിലുണ്ട്. യഹൂദ റബിമാർ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഭൂമിയിലുള്ള ഒരു പുല്ലിന് പോലും അതതിൻ്റെ ദൂതന്മാരുണ്ട് എന്ന് മാത്രമല്ല, അവർ വിശ്വസിക്കുന്നത് ഒരു ശിശുവിന് ഏറ്റവും കുറഞ്ഞത് 2 ദൂതന്മാർ ഉണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ കണക്ക് കോടാനുകോടിയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാർ 1000-1000-ഉം കോടിയും ആകുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിലെ സകല മനുഷ്യർക്കും സകല ജീവജാലങ്ങൾക്കും ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടികൾക്കും അതതിൻ്റെ ദൂതന്മാരെ ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. അതിൽ 2 ദൂതന്മാർ അതേ ഈ സൊദോമിൽ വന്നു. അതിൻ്റെ കാരണം സൊദോമിൻ്റെ പാപമാണ് എന്ന് മാത്രമല്ല, ന്യായവിധിയും രക്ഷയുടെ പ്രവൃത്തിയും ഈ ദൂതന്മാരെ ദൈവം ഏൽപ്പിച്ചിരുന്നു. അതെ, ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ദൈവത്താൽ ഐക്യപ്പെടുന്നവരായ സുവിശേഷകന്മാർ ചെയ്യുന്നത്. അവർ പ്രസംഗിക്കുന്നത് ഇന്നലെ നമ്മൾ കേട്ടതുപോലെ അതേ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച്. പാപത്തെക്കുറിച്ചുള്ള ആ പ്രസംഗം അല്ലെങ്കിൽ ആ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ പാപത്തെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന സന്ദേശമായിരിക്കും അവർ പ്രസംഗിക്കുന്നത്. ഒരു സുവിശേഷകൻ എന്തു പ്രസംഗിച്ചാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ കേൾവിക്കാരൻ്റെ ഹൃദയത്തിൽ പാപബോധം ഉളവാക്കുന്നു. അങ്ങനെ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം അവർക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ കേവലം പാപത്തെക്കുറിച്ചുള്ള ബോധ്യം മാത്രമല്ല, നീതിയെക്കുറിച്ചുള്ള ബോധം കൊടുക്കുന്നു. എന്താണ് നീതി? കർത്താവ് യേശുക്രിസ്തുവിലൂടെ മാനവ കുലത്തിന് ദൈവം ചെയ്തതായ പ്രവൃത്തിയാണ് നീതിയുടെ പ്രവൃത്തി. അതേ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ ആ നീതിയുടെ പ്രകടനത്തെക്കുറിച്ച് അതേ സുവിശേഷകന്മാർ പ്രസംഗിക്കുന്നു. മൂന്നാമതായിട്ട് ന്യായവിധിയെക്കുറിച്ച് പ്രസംഗിക്കുന്നു. അതായത് ന്യായവിധി എന്ന് പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ്. ആ വരവിൽ എടുക്കപ്പെടുന്നവർ അതേ കർത്താവിനായി കാത്തിരിക്കുന്ന തൻ്റെ വിശുദ്ധന്മാരാണെന്നും, എന്നാൽ ഇവിടെ എടുക്കപ്പെടാതെ നിൽക്കുന്ന ആളുകൾക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന ന്യായവിധിയെക്കുറിച്ചും സൂചന നൽകിക്കൊണ്ട് ന്യായവിധിയെക്കുറിച്ചുള്ള സന്ദേശവും ഈ സുവിശേഷകന്മാർ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു സുവിശേഷ പ്രസംഗൻ പ്രസംഗിക്കുമ്പോൾ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ പ്രസംഗത്തിൽ വരണം. കാരണം അവരിലൂടെ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ഈ 3 സബ്ജക്റ്റും അതേ ആളുകളോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രസംഗത്തിൻ്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പാപത്തെക്കുറിച്ചുള്ള ബോധ്യം, നീതിയെക്കുറിച്ചുള്ള ബോധ്യം, അതേപോലെ തന്നെ ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം. അതെ, ഈ ദൂതന്മാർ കടന്നു വന്നത് അതേ പാപത്തെക്കുറിച്ചുള്ള ബോധ്യം ആളുകളിൽ ഉളവാക്കുക എന്നുള്ളതാണ്. അവർ അനുദപിച്ച് മടങ്ങി വരണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ദൈവത്തിൻ്റെ നീതി എന്നുള്ള വിഷയത്തെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതേ അബ്രഹാമിൻ്റെ പ്രാർത്ഥനയിൽ അതേ ആ ദേശത്തെ വഹിച്ച് ദൈവത്തിൻ്റെ നീതി ആളുകളെ അന്വേഷിച്ചപ്പോൾ ദൈവം നീതി വെളിപ്പെടുത്തുവാൻ തക്കതായി അവിടെ ആരെയും കണ്ടില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലോത്ത് രക്ഷപ്പെട്ടത് അബ്രഹാമിനെ ഓർത്തിട്ടാണെന്ന് പറയുമ്പോൾ ദൈവത്തിന് നീതി വെളിപ്പെടുത്തുവാൻ അവിടെയും യാതൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം നീതിയുള്ള ദൈവമാണ്, അവൻ നീതിമാനായ ന്യായാധിപതിയാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ, ഇവിടെ ഈ ദൂതന്മാർ വന്ന് അതേ ലോത്തിൻ്റെ ഭവനത്തിൽ താമസിക്കുമ്പോൾ അവർ രാത്രി കിടന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ആ വീട് വളഞ്ഞു. അതേ പട്ടണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അപാലബദ്ധം ആളുകൾ കടന്നു വന്ന് അവരോട് ആവശ്യപ്പെട്ടു, ആ പുരുഷന്മാരെ പുറത്തു കൊണ്ടുവരിക, ഞങ്ങൾ അവരെ ഒന്ന് ഭോഗിക്കട്ടെ എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഇത് കാണിക്കുന്നത് എത്രത്തോളം ഭീകരമാണ് സോദോമിൻ്റെ പാപം എന്നുള്ളതാണ്. ഇനി നമുക്കവിടെ കാണാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 19-ന്റെ 5-ാമത്തെ വാക്യം. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിൻ്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ എന്നവനോട് പറഞ്ഞു. ലോത്ത് വാതിക്കൽ അവരുടെ അടുക്കൽ പുറത്ത് ചെന്ന് കതകടച്ചു വെച്ചു. സഹോദരന്മാരെ, ഇങ്ങനെ
ദോഷം ചെയ്യരുതേ. സഹോദരന്മാരെ നോക്കൂ, ഇവരെന്താ വിളിക്കുന്നത്? സഹോദരന്മാരെ. സഹോദരന്മാരെ എന്ന് വിളിക്കത്തക്കതായ ഒരു റിലേഷൻഷിപ്പ്, അത്രത്തോളമുള്ള ഒരു പരിചയം ഈ സൊദോമുമായിട്ട് ലോത്തിനുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ഇവിടെ ലോത്തിനെ പ്രതികൂട്ട് നിർത്തിയല്ല, പക്ഷേ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്തല്ല ലോത്തായിരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ദൈവം ആഗ്രഹിച്ച എന്തായിരുന്നു? ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ പോകണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഏതൊരു വ്യക്തിയും അവർ ദൈവത്തിൽ നിന്നും അകന്നു മാറുന്നതായ തീരുമാനം അവരുടേതായിട്ട് എടുക്കുമ്പോൾ ആ തീരുമാനത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം, റിസ്ക്, അതിൻ്റെ അപകടം അവർ തന്നെ വഹിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എന്നാലും ദൈവം ലോത്തിനെ മറന്നില്ല എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. പട്ടണവാതിൽക്കൽ കടന്നു വന്നപ്പോൾ ഈ പുരുഷന്മാരെ ആദ്യം തന്നെ കാണുവാൻ ലോത്തിന് ഇടയായതും, അതേ ലോത്തിൻ്റെ ഭവനത്തിലേക്ക് ഈ ദൂതന്മാരെ കൊണ്ടുവന്നതും ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയുടെ ഒരു കാരണം തന്നെയാണ്. അതിനർത്ഥം നമ്മൾ ദൈവത്തിൽ നിന്നും വളരെ ദൂരേക്ക് മാറിപ്പോയാലും ദൈവത്തിൻ്റെ കരുണ നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല എന്ന് മാത്രമല്ല, നമ്മൾ നിൽക്കുന്നത് ദൈവകൃപയാലാണ് എന്ന് മനസ്സിലാക്കത്തക്കവണ്ണം അവിടെ അബ്രഹാം നിമിത്തം ദൈവം ലോത്തിനെ ഓർത്തു എന്ന് പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ കരുണയാണ് കാണിക്കുന്നത്. ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ഈ ലോത്ത് ചിന്തിക്കുകയാണെന്നിരിക്കട്ടെ, നമ്മൾ ഇന്നൊക്കെ ചിന്തിക്കുന്ന പോലെ നോക്കൂ, ഈ ഒരു അപകടത്തിൽ നിന്നും ദൈവം എന്നെ വിടുവിച്ചു. അത് ദൈവത്തിന് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്, അത് ദൈവം എന്നെ കരുതുന്നതുകൊണ്ടാണ്, ഞാൻ ദൈവത്തിന് മുമ്പിൽ നീതിമാനായതുകൊണ്ടാണ്. പ്രവൃത്തി എന്താ? ഈ പട്ടണത്തിലെ പാപത്തോട് ഒത്തുതീർപ്പ് ചെയ്ത് അതിനോട് സന്ധി ചെയ്ത് ജീവിക്കുമ്പോൾ, പട്ടണവാതിൽക്കലിരിക്കുമ്പോൾ, സകലത്തിനും ഒരു ഉത്തരവാദി എന്ന പോലെ അവരുടെ ഇടയിൽ ഇരിക്കുമ്പോൾ, വാസ്തവത്തിൽ ലോത്ത് ദൈവത്തിൽ നിന്ന് വളരെ അന്യപ്പെട്ട നിൽക്കുന്നത്. അവൻ പാപം ചെയ്ത് സൊദോമിനെ പോലെ ആയി എന്നല്ല ഞാൻ നിങ്ങളോട് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുത്തെല്ലുവാൻ കഴിയാതെ, ഒരു വ്യക്തിയെപ്പോലും രൂപാന്തരപ്പെടുത്താൻ കഴിവില്ലാതെ ഇരിക്കുന്നതായ ഒരു ലോത്തിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അവന് ഈ സിറ്റിയെക്കുറിച്ച് കൺസേൺ ഉണ്ട്. കാരണം അത് പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നുണ്ട്. അതെ, ഈ ലോത്ത് ഈ സൊദോമിനെ ഓർത്ത് വളരെ ഭാരപ്പെട്ടവനായിരുന്നു. അവൻ വലഞ്ഞുപോയ നീതിമാനായിരുന്നു. കൺസേൺ ധാരാളമുണ്ട്. പട്ടണത്തെക്കുറിച്ച്, പാപത്തെക്കുറിച്ച് നല്ല കൺസേൺ ഉണ്ട്. ഇവിടെ ഈ വേദഭാഗത്ത് ഈ വാക്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ലോത്ത് എപ്രകാരമാണ് അവിടെയുള്ള ഈ പാപ അവസ്ഥകളെ കണ്ടത് എന്നുള്ളത്. നോക്കൂ, ഈ 5-ാം വാക്യത്തിൽ അവർ ലോത്തിനെ വിളിച്ചു, എന്നിട്ട് ഈ പുരുഷന്മാരെ വിട്ടുതരാൻ പറഞ്ഞു. എന്നാൽ ലോത്ത് അവരുടെ അടുക്കൽ ചെന്ന് കതകടച്ചും വെച്ച്, സഹോദരന്മാർ ഇങ്ങനെ ദോഷം ചെയ്യരുതേ, പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്, അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം, നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തുകൊള്ളുകയും ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുത്, ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീട്ടിൻ്റെ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു. നോക്കുക, ഈ കാര്യം പറയുമ്പോൾ ദോഷം ചെയ്യരുത് എന്ന് പറയുന്നിടത്ത് ഇംഗ്ലീഷ് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ വിക്കഡായിട്ടുള്ള, ദുഷ്ടമായിട്ടുള്ള ഒരു കാര്യവും ഇവരോട് ചെയ്യരുത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരെക്കുറിച്ച് എന്താണ് ലോത്ത് മനസ്സിലാക്കിയിരിക്കുന്നത്? ഈ ആബാലവൃദ്ധം ആളുകൾ, സകല ദിക്കിൽ നിന്നുള്ള ഈ ആളുകൾ, ഇവരെല്ലാം തന്നെ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുന്നവരാണ്. അവരോട് ലോത്ത് പറയുന്നു, നിങ്ങൾ ഒരു ദുഷ്ടപ്രവൃത്തിയും ചെയ്യരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ദുഷ്ടപ്രവൃത്തി ചെയ്യരുത് എന്ന് പറയുന്ന ഈ ലോത്തിന് ആ പട്ടണത്തെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ട്. പക്ഷേ എന്നിട്ടും താൻ ആ പട്ടണത്തെ സ്നേഹിക്കുന്നു. എന്തുകൊണ്ട്? ആ പട്ടണം അത് ഏദൻ തോട്ടം പോലെ ആയിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ധാരാളം റിച്ചസ് ഉള്ള, സമ്പത്തുള്ള ഒരു സ്ഥലമായിരുന്നെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ലോത്ത് ദൈവത്തെക്കാൾ അധികമായി സ്നേഹിച്ചത് അത് സൊദോമിനെയും അതിനുള്ളതിനെയും അവിടുത്തെ ഫലത്തിൽ അവിടുത്തെ പാപത്തെയുമാണ്. അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പ്രതികൂലങ്ങൾ കൂടെ അവർ കടന്നു പോകേണ്ടതായിട്ട് വരും. ഇത് നമുക്കൊരു വലിയ വാണിംഗ് ആണ്. ലോകത്തെയും അതിനുള്ളതിനെയും സ്നേഹിക്കരുത് എന്ന് ദൈവം പറയുമ്പോൾ, അതെ, നമ്മുടെ പ്രാധാന്യം ഈ ലോകത്തിനുള്ളതിനല്ല, മറിച്ച് ആത്മീയമായ വിഷയത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അതിനർത്ഥം നമ്മൾ മനുഷ്യനെ സ്നേഹിക്കരുത് എന്നുള്ളതല്ല, മറിച്ച് അവരുടെ പാപത്തിനെതിരെ നമുക്കൊരു സ്റ്റാൻഡ് എടുക്കാൻ കഴിയണം, നമുക്ക് നിൽക്കാൻ കഴിയണം, അതിനെതിരെ പ്രസംഗിക്കാൻ കഴിയണം, അതിനെതിരെ പ്രാർത്ഥിക്കാൻ കഴിയണം, അതിനെതിരെ ആളുകളോട് സംസാരിക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ അബ്രഹാമിൻ്റെ മധ്യസ്ഥത പ്രാർത്ഥനയെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 10 പേരെങ്കിലും ഇടം പിടിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ സൊദോം. പക്ഷേ ലോത്തിന് വെറുതെ കൺസേൺ ചെയ്യാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് കൺസേൺ ഒരുപക്ഷെ നല്ലതായിരിക്കാം, പക്ഷേ അത് പ്രാർത്ഥനയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ,
ദൈവസന്നിധിയിലേക്ക്, ദൈവമുമ്പാകെ ഒരു മധ്യസ്ഥത പ്രവൃത്തിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ അതെ, നമ്മെ വിളിക്കുന്ന പേര് വലഞ്ഞുപോയ നീതിമാൻ എന്നായിരിക്കും. അതിന് നമ്മൾ ഇട കൊടുക്കരുത്. അതെ, ദേശത്തെയോർത്ത് പ്രാർത്ഥിക്കുവാൻ, അതേ പാപത്തിനെതിരെ ഒരു ശക്തമേറിയ നിലപാട് സ്വീകരിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. 7-ാം വാക്യത്തിൽ സഹോദരന്മാരെ എന്ന് വിളിക്കുക. അപ്പോൾ സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് അഫെക്ഷൻ അറിയാൻ സാധിക്കും. നിങ്ങൾ ദുഷ്ടത പ്രവർത്തിക്കരുതേ. പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്. ഈ ഒരു പിതാവ് പറയുന്ന വാക്കുകൾ എത്ര ഭയങ്കരമാണ്. ഇത് വാസ്തവത്തിൽ അനേകരുടെ വിമർശനം ക്ഷണിച്ചു വരുത്താനിടയായി തീർന്നിട്ടുണ്ട്. അതായത് 2 പുത്രിമാരോട്, അതും കന്യകമാരായ ഈ പുത്രിമാരോട് അപ്പൻ്റെ ഉത്തരവാദിത്വം ഇതാണോ? തൻ്റെ ജീവനെ പോലും കൊടുത്ത് ഇവരെ സംരക്ഷിക്കേണ്ട ലോത്ത് എന്താ ഇങ്ങനെ പെരുമാറുന്നത്? അതിൻ്റെ ഒരു കാരണമായിട്ട് ഒരു വേദചിന്തകൻ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്, ഈ സംസ്കാരത്തിൽ, അതായത് ഇങ്ങനെയുള്ള ഈ മേഖലകളിൽ, അതേ ആ സംസ്കാരങ്ങളിൽ വീട്ടിൽ അതിഥികളായി വരുന്ന ആളുകൾക്ക് വീട്ടിൽ ഉള്ളവരെക്കാളും കൂടുതൽ പരിഗണന കൊടുത്തിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ദൂതന്മാരാണ് അവിടെ വന്നത് എന്നുള്ള ഒരു ചിന്ത തീർച്ചയായിട്ടും ലോത്തിനില്ല. പക്ഷേ അവിടെയുള്ള സംസ്കാരത്തെ പൂർണ്ണമായിട്ടും മാനിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ ലോത്ത് നിൽക്കുന്നതെന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ എന്ന് വരികിലും ലോത്ത് തൻ്റെ പുത്രന്മാരെ കൊടുക്കുവാൻ തക്കതായിട്ടുള്ള ഒരു ആത്മീകമായിട്ടുള്ള അപജയം നേരിട്ടൊരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വന്തം ഭവനത്തെ പോലും സംരക്ഷിക്കാൻ കഴിയാത്തതായ ഒരു വ്യക്തിയായി ലോത്ത് ഇവിടെ നിൽക്കുക. ഇത് നമ്മളെ സൂചിപ്പിക്കുന്നത് ലോത്തിൻ്റെ ആത്മീയമായ അധപ്പതനത്തെയാണ്, ധാർമ്മികമായ അധപ്പതനത്തെയാണ്. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. അത് ഒരിക്കലും പാപത്തോട് സന്ധി ചെയ്യരുത്. നമുക്ക് കൺസേൺ മാത്രമല്ല, ആ വിഷയത്തിൽ പ്രാർത്ഥിക്കുവാനും അനേകരോട് സംസാരിപ്പാനും ആത്മഭാരമുള്ളവരായി അതേ നമ്മുടെ ദേശത്തിനും രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ദേശത്ത് വെളിപ്പെടുത്തുവാനും കഴിയുന്നവരായി നിൽക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്നും വലഞ്ഞുപോയ ലോത്ത് പോലെ തന്നെയാകും. അങ്ങനെ വരാതിരിപ്പാൻ അത് ഈ വചനത്തിന് മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ കഴിയുമാറാകട്ടെ. ഒരുപക്ഷെ നിങ്ങൾക്ക് ധാരാളം കൺസേൺ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങൾക്ക് ധാരാളം കൺസേൺ ഇന്നത്തെ യുവതലമുറ മയക്കുമരുന്നുകൾക്ക് അടിമകളാകുന്നതിനെക്കുറിച്ച് ഉണ്ടാകാം. പക്ഷേ അത് കേവലം ഒരു കൺസേൺ, ഒരു ഉത്കണ്ഠയായി മാത്രം നിൽക്കാതെ നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിലേക്ക് അത് കൊണ്ടുവരുവാനും പ്രാർത്ഥിക്കുവാനും, അതേ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള ആളുകളോട് സംസാരിപ്പാനും അവരോട് സുവിശേഷം പറയുവാനും അവരെ അതേ ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ശക്തി അവരിൽ പ്രകടമാക്കപ്പെടുവാനും ഇടയാകുവാൻ ഒരു ഉപകരണമായി കൂടെ അതിന് നമ്മെ തന്നെ നമുക്ക് ഒന്ന് സമർപ്പിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിനായി സ്തോത്രം. കർത്താവെ, അങ്ങ് തരുന്ന അർജൻസിക്കായി നന്ദി പറയുന്നു, അടിയന്തരത ബോധത്തിനായി നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതേപോലെ തന്നെ ധാരാളം കൺസേൺസ് ഞങ്ങൾക്കുണ്ട്. നശിച്ചു പോകുന്ന തലമുറയോർത്ത്, നശിച്ചു പോകുന്ന ഞങ്ങളുടെ ജനങ്ങളെയോർത്ത്, പാപത്തിൽ നശിച്ചു പോകുന്ന അനേകായിരക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെക്കുറിച്ച്. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവമേ അവരുടെ അടുക്കലേക്ക് കടന്നിരുവാനും സുവിശേഷം പറയുവാനും ഞങ്ങൾ മുമ്പ് കേട്ടതുപോലെ സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ബോധ്യം വരുത്തുവാൻ ഞങ്ങൾ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേട്ട ഏവരെയും ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാസ്തവമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള രൂപാന്തരം സംഭവിക്കട്ടെ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകൾ ഞങ്ങളെ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഞങ്ങളെ അറിയിക്കുക. ആത്മീയമായി കൂട്ടായ്മയ്ക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.